ഹായ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെരിക്കോസ് വെയിൻ, കാലിലെ ഞരമ്പ് ചുളിയൽ, അതിൻ്റെ വേരിയസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഇടയിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. ജോബിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ നേരം നിൽക്കുന്ന ആളുകളിൽ പാരമ്പര്യമായിട്ട്, അതേപോലെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ട്, അങ്ങനെ പല ഫാക്ടേഴ്സാണ് ഇത് ഉണ്ടാകാൻ കാരണം. പണ്ട് നമ്മൾ കേൾക്കാം വെരിക്കോസ് ചികിത്സിച്ചാൽ മാറില്ല, വീണ്ടും വരും എന്നുള്ള ഒരു ധാരണയാണ് പലർക്കും. അത് കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കാലിലെ വെരിക്കോസിൻ്റെ സിവിയറിറ്റി കൂടി അത് കാലിൽ വ്രണമായിട്ട് മാറി കാണുന്ന പേഷ്യൻസ് ആണ് പലരെയും കാണുന്നത്. നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന കോംപ്ലിക്കേഷനിലോട്ട് പോകാത്ത ഒരു അസുഖമാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ഫുൾ ഇവാലുവേഷൻ, സ്കാനിങ്, എല്ലാ കാര്യങ്ങളും നോക്കി അതിൻ്റെ ഏത് ട്രീറ്റ്മെൻറ്റാണ് ഉചിതം എന്നനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടത്. ഇത് 2 ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് തെർമൽ അബ്ലേഷൻ, 2 ഗ്ലൂ തെറാപ്പി, വിനാസിൽ ഗ്ലൂ. ഈ 2 ട്രീറ്റ്മെൻറ്റാണുള്ളത്. രണ്ടും നോൺ സർജറി ആവശ്യമില്ലാത്ത ഡേ കെയർ OPയിൽ വന്ന് ചെയ്ത് പോകുന്ന പ്രൊസീജിയേഴ്സാണ്. തെർമൽ അബ്ലേഷൻസിൽ വരുന്നത് ലേസർ അബ്ലേഷൻ, മൈക്രോവേവ് അബ്ലേഷൻ, RFA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇത് ഹീറ്റ് വെച്ചിട്ടുള്ള മെത്തേഡ്സ് ആണ്. ചെറിയ ഹീറ്റ് വെച്ച് നമ്മൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഞരമ്പുകളെ നമ്മൾ ക്ലോസ് ചെയ്യുക. അതേപോലെ നോൺ തെർമൽ ഇതിൽ വരുന്നതാണ് ഈ ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഹീറ്റ് വെച്ചിട്ടുള്ളത് അല്ല, അത് നമ്മൾ സൂപ്പർ ഗ്ലൂ പോലെയുള്ള മെഡിക്കൽ ഗ്ലൂ, അത് വെച്ചിട്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള ഞരമ്പിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഈ 2 ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സും അത് ഈ രണ്ടും ഈക്വലി എഫക്റ്റീവാണ്. എഫക്റ്റ് വൈസ് അത് അതിന് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമൽ കാറ്റഗറിയിൽ വരുന്ന ലേസർ, RFA, മൈക്രോവേവ് ഇതെല്ലാം ഹീറ്റ് വെച്ചിട്ടുള്ളതാണ്. ഞരമ്പിന് ചുറ്റും നമ്മൾ ചെറിയ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പെയിനും വേദനയും കടച്ചിലും പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉണ്ടാകാം. ഈ തെർമൽ കാറ്റഗറിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കാലിൽ സോക്സ്, നമുക്കറിയാം വെരിക്കോസുള്ള ആൾക്കാർ നമ്മൾ കാലിൽ സ്റ്റോക്കിങ്സ് ഇടുന്ന പോലെ ഇത് നമ്മളൊരു 3 months എങ്കിലും നമ്മൾ സ്റ്റോക്കിങ്സ് ഇടണം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ പെയിന് കാര്യങ്ങൾ കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സോക്സ് ഇടേണ്ട ആവശ്യമില്ല. പലർക്കും ഈ സോക്സ് ഇടുന്നത് അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് കൂടുതൽ ബെറ്റർ. നമ്മൾ സാധാരണയായി പറയാറുണ്ട് വെരിക്കോസ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ വിസിറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ല. ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു അപ് ടു 3 months ഒരു റെഗുലർ ഫോളോ അപ്പ്, അതായത് ഫസ്റ്റ് വീക്കിലി, ദെൻ ആഫ്റ്റർ 1 month, പിന്നെ ഒരു 3 months കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ്. അങ്ങനെ കറക്റ്റ് അത് ഫോളോ അപ്പിന് വന്നു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി അതേപോലെ തന്നെ അത് വീണ്ടും വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. പലരും ഒരു സിംഗിൾ സെഷനിൽ കഴിഞ്ഞ് പോയി പിന്നെ ഡോക്ടറിന് അടുത്ത് ഫോളോ അപ്പിന് പോകാത്തത് കാരണമാണ് ഇത് പലപ്പോഴും ഈ വീണ്ടും വരാനുള്ള കാരണം. അപ്പോൾ വെരിക്കോസിന് നേരത്തെ പറഞ്ഞ പോലെ അത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു അസുഖമല്ല, അത് ചികിത്സിച്ചാൽ വീണ്ടും വരുന്നൊരു അസുഖമല്ല. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന, കോംപ്ലിക്കേഷനിലോട്ട് പോകാത്ത രീതിയിൽ നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ.